ഇന്നത്തെ വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള വടയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം തന്നെ കുറച്ച് സോയാബീൻ എടുത്തിട്ടൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാമോളം സോയാബീൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ലോണം സോക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി നമുക്ക് സോയാബീൻ കുറച്ചെടുത്ത് ഇതുപോലെ പിഴിഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഞാൻ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് സോയാബീൻ പിഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ 2 ബാച്ചായിട്ട് അരച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഉള്ളിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3-4 പച്ചമുളക് ചെറിയതായിട്ട് കഷ്ണങ്ങളാക്കിയതും പിന്നെ കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മസാലപ്പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ കുരുമുളക് പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ 2 പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴഞ്ഞ് മിക്സായിട്ട് ബോൾ പോലെ ആക്കിയെടുക്കാൻ പറ്റണം. അങ്ങനെ ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ 3 ടേബിൾ സ്പൂണിൻ്റെ കൂടെ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദയോ അല്ലെങ്കിൽ കടലമാവോ എടുക്കാം. പക്ഷേ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് മാവെടുത്ത് ഇതുപോലെ ബോളാക്കിയിട്ട് കൈയിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വടൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് സൈഡെല്ലാം ഇതേപോലെ ഒന്ന് ലെവലാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ മാവും വടൻ്റെ ഷേപ്പിലാക്കിയിട്ട് വെക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മാവെല്ലാം ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയിട്ട് കളറെല്ലാം മാറി വരും. ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ചായക്കടിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.